എന്താ ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയിലെയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സനന്ദ? ഓ, ഒന്നും അറിയാത്ത പാവം അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ ആരെങ്കിലും. കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലര് വിറ്റു, ചിലര് ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്. എന്തിനാ? എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ പറ്റും ഞങ്ങളല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറെ ഭൂമി കിട്ടിയിട്ടെന്തിനാ? വിൽക്കാലോ? വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എന്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കുമില്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളെ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരുന്നൊരു ആശയുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പൊ ഒരു പാവ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ, അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ലാട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്നും പേടിക്കാതിരിക്കേ, അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ ആ, അമ്മേ, സ്വത്തുക്കളൊക്കെ വീണ്ടും ഭാഗിക്കണം നമ്മ പറഞ്ഞു. പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതാ. എന്തിന്? എനിക്ക് എന്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തിനാ അമ്മ ഇവിടെ സ്വത്തും ഭൂമിയൊക്കെ? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ? എങ്ങടെ? എങ്ങിട്ടെന്ന് അത് കൊള്ളാം. എനിക്ക് അവിടെ ഒരു ജോലിയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഇല്ലേ? നീ ജോലി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇനി അന്യ നാട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് എവിടെയുണ്ട് സ്കൂള്? അമ്മ എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വീടുണ്ട്. എന്താ ഈ വീട് നിനക്ക് സുഖം പോരെ? പോരെങ്കിൽ പൊയ്ക്കോ. ആരും വേണ്ട എനിക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? കണ്ടു മോഹിക്കാണ്ട് നേരത്തെ അങ്ങോട്ട് ചത്തുകെട്ട് പോയാ മതിയായിരുന്നു. സീത, അമ്മ പറയുന്നത് കേട്ടോ, നമ്മളെ പോവാൻ സമ്മതിക്കില്ലാന്ന്. അയ്യോ അമ്മേ, പോകണം. മോളെ, ഇനി നിന്റെ വീടിതാ. ലച്ചുവിനെ പിരിഞ്ഞാൽ നിനക്ക് സഹിക്കോ? പറ, സഹിക്കോ? ഞാൻ നീറി നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? ഇനി എന്റെ മോനെ എന്നിന്ന് പിരിച്ചുകൊണ്ടുപോകരുത്. ഈ അമ്മയുടെ അപേക്ഷയാ. അമ്മ കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഞങ്ങള് വർഷാവർഷം വന്നാ പോരമ്മേ? പോരാ, എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും.